ശ്രീ സുഭാഷ് ബാബു ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ സുഭാഷ് ബാബു, ഞങ്ങളുടെ പ്രതിനിധി വി വിനോദാണ് ഈ അക്രമം നടന്ന പ്രദേശത്തുള്ളത്. അപ്പോൾ ആ അക്രമ സംഭവ സ്ഥലത്ത് നിന്ന് പ്രദേശവാസിയായ ഒരു പൊതുപ്രവർത്തകൻ തന്നെ പറയുന്നു, ഇതിനു മുമ്പ് സമാനമായ തരത്തിൽ ഒരു വ്യക്തിയെ, അനന്തു എന്ന് പറയുന്ന യുവാവിനെ കൊല ചെയ്തവർ തന്നെയാണ് ഇപ്പോഴും ഈ കൊലപാതകത്തിന് പിന്നിൽ. അന്ന് അനന്തുവിനെ ഇവർ കൊണ്ടുപോയത് ബൈക്കിലാണ് എങ്കിൽ ഇപ്പോൾ ഇന്നോവയിലാണ്. അങ്ങനെ പ്രതികൾക്ക് നല്ല പുരോഗമനമുണ്ട് എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ആ പ്രതികരണം വളരെ പ്രധാനപ്പെട്ട ഒന്നായി മാറുന്നുണ്ടല്ലോ. കേരളത്തിൽ ഈ ഗുണ്ടകളും അക്രമങ്ങൾ നടത്തുന്നവരുമൊക്കെ ഇങ്ങനെ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നതാണോ ഈ സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാൻ കാരണം? തീർച്ചയായിട്ടും. കാരണം ഇതില് ഏറ്റവും ഫലപ്രദമായി ചെയ്യുന്നത് തദ്ദേശീയ വ്യക്തികളെ സംബന്ധിച്ചുള്ള ഇതിനെ എതിർക്കാനുള്ള ഭയം അവർക്കുണ്ട്. അതുകൊണ്ട് പോലീസിലെ വിവരം അറിയിക്കുന്നതിന് സാക്ഷി പറയാനും പൊതുവെ ആളുകൾ ഭയപ്പെടുന്നുണ്ട്. അങ്ങനെ അവർക്ക് ആത്മധൈര്യം കൊടുക്കണേ പോലീസിന്റെ നടപടി ശക്തമാകണം. അതുകൊണ്ട് അത് സത്വരമായി, വളരെ പെട്ടെന്ന് നടപടികളും അതിന് ശക്തമായ നടപടിക്രമങ്ങളും സ്വീകരിക്കണം. ഇതിനകത്തിലിപ്പം നേരത്തെ പ്രതികളായിരുന്ന ആളുകൾ തന്നെ ഇത്രയും പൈശാചികമായ ഒരു കൊലപാതകം വീണ്ടും ചെയ്യപ്പെടുന്നു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ക്രമസമാധാന പരിപാലനത്തിന്റെ തകർച്ച എന്ന് നമ്മൾ തീർച്ചയായിട്ടും അംഗീകരിക്കേണ്ടി വരും. കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരൊരു കേസിൽ പ്രതിയായി വീണ്ടും അവര് ഏതെങ്കിലും സാഹചര്യത്തിൽ ഇപ്പൊ കോടതി ജാമ്യം കൊടുത്തു എന്നാണ് അതൊക്കെ പറഞ്ഞു കേട്ടിരിക്കുന്നത്. അപ്പൊ ആ ജാമ്യം എടുത്തു കഴിഞ്ഞാലും കേസിന്റെ വിചാരണ ആരംഭിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത്. അതെ, ശരിയാണ്. അത് പോലീസിനെ സംബന്ധിച്ചുള്ള പോലീസ് അത് വിചാരണ ചെയ്തു, അതൊന്നും നോക്കേണ്ട കാര്യമില്ല. അപ്പൊ ഇവര് പുറത്തിറങ്ങി കഴിഞ്ഞാലും ജാമ്യം കൊടുക്കാൻ പോലീസ് എതിർക്കേണ്ടതായിരുന്നു. അത് കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിഞ്ഞാലും ഇവരെ ശരിയായ രീതിയിൽ പിന്തുടരുകയും അവരുടെ ക്രിമിനൽ സ്വഭാവം ഉണ്ടെങ്കിൽ അവരുടെ പേരിൽ ഗുണ്ടാക്ട് എന്ന് പറയുന്ന നിയമപ്രകാരം നടപടിയെടുക്കുകയും അവരെ ആ പ്രദേശത്ത് നിന്ന് മാറ്റുകയും ചെയ്യാനുള്ള നടപടി പോലീസ് സ്വീകരിക്കേണ്ടതായിരുന്നു. ഇതൊന്നല്ല, നിരവധി കാര്യങ്ങൾ ആവർത്തിച്ചു വരുമ്പോൾ ഇത് എന്തായാലും ശരി, ഇതിന് പ്രത്യേകമായ ഒരു സാധ്യത, പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് ഈ പറഞ്ഞ പ്രദേശങ്ങളിൽ ആവർത്തിച്ച് ഗുണ്ടാക്രമണങ്ങൾ നടന്നതായിട്ട് നമുക്കറിയാം. അതുകൊണ്ട് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് ഗുണ്ടാക്ട് വന്നു കഴിഞ്ഞ് ഇപ്പൊ ഞങ്ങളെല്ലാം കൂടെ ഇവിടെ സ്വർഗ്ഗലോകമാക്കി കളയെന്ന് പറഞ്ഞ് അവകാശപ്പെട്ട പോലീസ് വിഭാഗത്തിന് ഇതൊരു നാണക്കേട് എന്ന് നമുക്ക് പറയാതിരിക്കാൻ. ഈ ഓപ്പറേഷൻ ആഗ് പോലുള്ള പദ്ധതികളെല്ലാം പൂർണ്ണമായും പരാജയപ്പെടുന്നു എന്നാണോ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഇതൊക്കെ ആളുകളെ പറ്റിക്കുന്ന പരിപാടിയല്ലേ. ഇത് തുടർ നടപടി എന്നുള്ള രീതിക്ക് ഇടയ്ക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ ഒരു പദ്ധതി എന്ന് പറഞ്ഞു വരും. ആ പദ്ധതി അതോടുകൂടി ഒരു 1-2 ആഴ്ച കഴിയുമ്പോൾ അത് ചത്തുപോകും. പിന്നെ അതിനെ ശവമടക്കിയതിനു ശേഷം പിന്നെ ഇങ്ങനെ പോലീസ് സ്വൈര്യമായിട്ട് നടക്കും. പോലീസിന്റെ ഉത്തരവാദിത്വം ഇതല്ലേ, ക്രമസമാധാനം. അതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഗുണ്ട പ്രവൃത്തിയല്ലേ. അതല്ലാണ്ട് പിന്നെ എന്താ ഉള്ളത്? അതിന് ഒരുപാട് നിയമങ്ങൾ നമ്മളെ സംബന്ധിച്ചോളം CRPC-യിൽ 107, 109, 110 പറയുന്ന നിയമങ്ങളും അതേപോലെ തന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവര് പിന്നെ ഏതെങ്കിലും കേസിൽ പണ്ട് ഗൂഢാലോചന ചെയ്തെങ്കിൽ പുതിയൊരു FIR എടുത്തിട്ട് ആ ഗൂഢാലോചനയ്ക്ക് വീണ്ടും അന്വേഷണത്തിന് വിധേയമാക്കിക്കൊണ്ടിരിക്കണവരെ. കാരണം ആ കേസിലൊന്നും ഗൂഢാലോചനയുണ്ട് എന്ന് അവര് തെളിയിക്കപ്പെട്ട് ചാർജ് ഷീറ്റ് കൊടുത്തിട്ടില്ലല്ലോ. അതുകൊണ്ട് ആ കേസുകളിൽ ഗൂഢാലോചന എന്ന് പറഞ്ഞ് പുതിയൊരു FIR എടുത്തിട്ട് പോലീസിന് അന്വേഷിക്കാമല്ലോ. എന്തായാലും ശരി, ഇവർക്ക് സ്വൈര്യം കൊടുക്കാതെ, സ്വൈര്യമായിട്ട് ജീവിക്കാൻ അനുവദിക്കാതെ എപ്പോഴും നിയമം അവരെ പിന്തുടരുന്നുള്ള ഒരു ഭയം കൊണ്ട് മാത്രമേ ഇങ്ങനെയുള്ള റൗഡികളെ. അതോടൊപ്പം ശ്രീ സുഭാഷ് ബാബു, ഇതിപ്പോൾ നേരത്തെ അനന്തുവിനെ കൊല ചെയ്തതാകട്ടെ അങ്ങേയറ്റം ക്രൂരമായിട്ടാണ് കൊല ചെയ്തത്. അതിൽ സിനിമാ ഡയലോഗുകളൊക്കെ പറഞ്ഞ് വീഡിയോ പോലും ചിത്രീകരിച്ച ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇപ്പോൾ ഈ കൊലപാതകത്തിന്റെ ദൃശ്യങ്ങൾ യഥാർത്ഥത്തിൽ ഒരു ന്യൂസ് റൂമിന് അത് പ്രേക്ഷകരെ കാണിക്കണോ എന്ന് പോലും സംശയം തോന്നുന്ന ഈ ക്രൈം സിനിമകളിൽ കൃത്രിമമായി നിർമ്മിക്കുന്ന ദൃശ്യങ്ങളുണ്ടല്ലോ, അതിനേക്കാൾ ഭയാനകമാണ്, അത്രമേൽ ക്രൂരമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള മാനസികാവസ്ഥയിലുള്ളവരാണ് ഈ പൊതുസമൂഹത്തിലൂടെ ഇറങ്ങി നടക്കുന്നത്. ഇവിടെ ഇപ്പോൾ ബാറിൽ വെച്ചുണ്ടായ തർക്കമെന്നൊക്കെ പറയുന്നുണ്ട്. ഇതെന്തുമായിക്കൊള്ളട്ടെ, ഒരു പക്ഷേ അവരുടെ വാഹനം മറ്റൊരു വാഹനവുമായി ഏതെങ്കിലും തരത്തിൽ തട്ടുന്നതോ ഏതെങ്കിലും മറ്റൊരു വിഷയത്തിലുണ്ടാകുന്ന ചെറിയ തർക്കങ്ങളോ ഒക്കെ ആയാൽ പോലും ഈ നിലയിലായിരിക്കും ഇവരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന പ്രതികരണങ്ങൾ. അങ്ങനെയുള്ളവർക്ക് ഇങ്ങനെ സ്വൈര്യമായി ഇറങ്ങി നടക്കാൻ സാധിക്കുന്നു. അതും വേറെ കൊലപാതകം ചെയ്തവർ, ഇതേ രീതിയിൽ തന്നെ ഇതുപോലെ തന്നെ ക്രൂരമായി പ്രവർത്തിക്കുന്നവർ. അപ്പോൾ അത് തടയാൻ നമ്മുടെ നാട്ടിൽ സംവിധാനങ്ങൾ ഒന്നുമില്ലേ? സംവിധാനങ്ങളുണ്ട്, ചെയ്യപ്പെടുന്നില്ല, ചെയ്യിക്കാൻ ആർക്കും താല്പര്യമില്ല. ചെയ്യപ്പെട്ടാലും അത് തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള ഇടപെടലുകൾ ഇതൊക്കെ വന്നതിന് ശേഷം പോലീസ് നിർജീവമെന്ന് നമ്മൾ സമ്മതിക്കാതെ തരമില്ല. കാരണം ഇതിന് പോലീസിനെ സംബന്ധിച്ച് ഇവരൊക്കെ റൗഡികളാണെന്ന് അറിയാൻ പറ്റില്ല. അവരുടെ രേഖകളില്ലേ,
ക്രൈം ആൻഡ് ക്രിമിനൽ ട്രാക്കിംഗ് സിസ്റ്റം മണ്ണാങ്കട്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് കോശി നടന്നിട്ട് എന്താ ഇപ്പൊ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊക്കെ ഇവരുടെ പേരില് കഴിഞ്ഞ കേസില് ജാമ്യത്തിൽ ഇറങ്ങിയതിന് ശേഷം പോലീസ് എന്ത് നടപടി എടുത്തു എന്നൊരു ചോദ്യം നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് യാതൊരുവിധ നടപടികളും ഇവരെ ശരിയായ രീതിയിൽ സൽസ്വഭാവികളായിട്ട് നടത്താൻ വേണ്ടി എടുത്തിട്ടില്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അത് തന്നെയല്ലേ ഇങ്ങനെയുള്ള അക്രമത്തിലേക്ക് ഇതേ പ്രതികളിൽ തന്നെ പോകുന്നത്. അത് ഇത്ര പൈശാചികമായിട്ട് ഇത് ആവർത്തിച്ച് ഒരാളെ കൊല്ലണമെന്നുള്ള രീതിയിൽ ഇഞ്ചിഞ്ചായി അടിച്ച് കൊന്ന് മൃഗീയമായിട്ട് കൊലപ്പെടുത്തുന്ന ഒരു സംവിധാനമല്ല ഇതുള്ളത്. അതൊക്കെ നമുക്ക് എങ്ങനെ സഹിക്കാൻ പറ്റും? ഇത് ഇങ്ങനെ ഒരു സമൂഹത്തിൽ നമുക്ക് ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഭയപ്പാടുണ്ടാവില്ലേ? കുട്ടികളെയും സ്ത്രീകളെ സംബന്ധിച്ചോളം ആ പ്രദേശത്ത് താമസിക്കുന്ന ആളുകളെ സംബന്ധിച്ചോളം നമ്മൾ എന്താണ് അവരോട് പറയേണ്ടത്? അവരോട് അനുകമ്പ എന്നല്ലാണ്ട് നമുക്ക് സഹതാപം എന്നുകൂടെ വേണേ ഒരു വാക്ക് ഉപയോഗിക്കേണ്ടി വരും. കാരണം എന്നാലും അവരവിടെ ജീവിച്ചു പോരുന്നല്ലോ. ഇത് പോലീസ് കുറച്ചുകൂടെ ശക്തമായ രീതിയിലാണ് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വിവരങ്ങളൊക്കെ അറിയിക്കുക. അപ്പൊ പോലീസ് അത് പുറത്തേക്ക് അവരുടെ ആരാണ് ഇൻഫോം ചെയ്തതെന്ന് പറയാതിരിക്കുന്ന സംവിധാനം ഉണ്ടെന്ന് പറഞ്ഞു അതിലേക്ക് ആരെങ്കിലും സന്നദ്ധ സംഘടനകളോ വ്യക്തികളോ ധൈര്യപ്പെട്ട് ഇതേമാതിരിയുള്ള വ്യക്തികളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ നടപടിയെടുത്തില്ലെങ്കിൽ ചോദ്യം ചെയ്യുന്ന ഒരു സംവിധാനം. താങ്കൾ ഈ ദൃശ്യങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. ഇങ്ങനെയൊക്കെ ഓടിച്ചിട്ട് ഒരു സ്ഥലത്തെത്തിച്ച് അതിക്രൂരമായി തല്ലിക്കൊല്ലുമ്പോൾ ഇതൊക്കെ കണ്ടു നിൽക്കുന്ന ഒരാൾക്ക് അവരുടെ കുടുംബത്തെ കരുതിയിട്ടെങ്കിലും നിശബ്ദത പാലിക്കേണ്ടി വരില്ലേ? ആരാണ് ഇവർക്കെതിരെയൊക്കെ സംസാരിക്കാൻ തയ്യാറാകുന്നത്? നമ്മുടെ പോലീസ് സംവിധാനത്തിന് പോലും ഇവരെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ സാധാരണക്കാരായ ആളുകൾക്ക് എങ്ങനെ ഇവർക്കെതിരെ ശബ്ദിക്കാൻ സാധിക്കും? അതാണ് ഭയമാണ് ഇവിടുത്തെ ഭയം എന്ന് പറഞ്ഞ വികാരമാണ് ഇവരെ സംബന്ധിച്ച് അങ്ങനെ ഭയാശങ്കകൾ ഉണ്ടാക്കിയതിന് ശേഷം. അതാണല്ലേ റൗഡിസം എന്ന് പറയുന്നത്. ടെററിസം എന്ന വാക്ക് വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാം. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇതേമാതിരി ഏതെങ്കിലും ഗൗരവതരമായിട്ടുള്ള ആയുധങ്ങളോ അല്ലെങ്കിൽ സ്ഫോടക വസ്തുക്കളോ വല്ലതും ഇവർ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരിൽ ഈ കേസില് ഇത്രയും പൈശാചികമായിട്ട് മർദ്ദിക്കുന്നതിന് വേണ്ടിയിട്ട് നടപടികൾ എടുക്കാൻ പോലീസിന് വയ്യ എന്നൊന്നും ഞാൻ ഒരിക്കലും തരുന്നില്ല. തീർച്ചയായിട്ടും സാധിക്കും. അവര് ഇങ്ങനെയുള്ള ക്രിമിനലുകളെ ശരിക്ക് തുടർന്ന് അവരുടെ സ്വഭാവങ്ങൾ വിശകലനം ചെയ്ത് അവരുടെ പേരിൽ ശക്തമായ നടപടി ഗുണ്ട ആക്ട് പ്രകാരമോ അല്ലെങ്കിൽ CRPCയിലെ അവരുടെ സൽസ്വഭാവം ഉറപ്പുവരുത്താനുള്ള നടപടികൾ ശക്തമായ രീതിയിൽ സ്വീകരിക്കുക. അങ്ങനെ സ്വീകരിക്കാത്ത ഒരു പശ്ചാത്തലം തീർച്ചയായിട്ടും നമ്മുടെ സിബിയുടെ സംസ്ഥാനത്ത് പൊതുവെയുണ്ട്. പോലീസിന് എന്തൊക്കെയോ അബദ്ധം പറ്റി പോയിട്ടുണ്ട്, അവർക്ക് എന്തൊക്കെയോ അപജയങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഇതൊരു അപജയത്തിന്റെ ഭാഗമാണെന്ന് ധരിച്ച് പോലീസ് അവിടുത്തെ ജില്ലാ പോലീസ് മേധാവിക്ക് അത് ഉണർന്ന് പ്രവർത്തിച്ചാൽ നന്നായിരുന്നു. അല്ലെങ്കിൽ ഇത് നാട്ടിന് തന്നെ അതുപോലെ പോലീസിന് അപമാനം തന്നെ എന്ന് സംശയമൊന്നുമില്ല. നാട്ടിന് തന്നെ അപമാനം. കേരളമൊക്കെ എവിടെ എത്തി നിൽക്കുന്നു എന്ന് നമുക്ക് ഏകദേശം മറ്റ് ആളുകളെ ബോധ്യപ്പെടുത്താൻ പോലും പറ്റാത്ത ഒരു നാണംകെട്ട അവസ്ഥ എന്ന് നമ്മൾ പറയേണ്ടി വരും. റൈറ്റ്. വളരെയധികം നന്ദി ശ്രീ സുഭാഷ് ബാബു ഞങ്ങളോട് പ്രതികരിച്ചതിന്.